എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫ്രണ്ട്സിനും ഹാപ്പി വിഷു, ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷുവിൻ്റെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എൻ്റെ കണി എല്ലാവരും കണ്ടല്ലോ, കൊള്ളായിരുന്നോ? നല്ലൊരു ഇതായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കണി ഒരുക്കാറുള്ളത്. അപ്പോൾ കണിയെല്ലാം ഒരുക്കി എല്ലാവരും കണിയെല്ലാം കണ്ട് ഭഗവാനെയൊക്കെ തൊഴുത് കഴിഞ്ഞ് വെളുപ്പിനെ ഇരുന്ന് എല്ലാവരും പടക്കമൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ. കമ്പിത്തിരി മാത്രമേ ഉള്ളൂ, അത് വേറെ പൊട്ടുന്ന സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് കമ്പിത്തിരി മാത്രമേ കത്തിച്ചിട്ടുള്ളൂ. ഇപ്പോൾ 2-3 വർഷമായിട്ട് നമ്മുടെ കൃഷ്ണൻ നമ്മുടെ അടുത്ത് ആ വിഗ്രഹം എനിക്ക് മേടിച്ച് രാജേഷണം തന്നതിന് ശേഷം നല്ല രീതിയിൽ ഞാൻ കണി ഒരുക്കും കേട്ടോ. നേരത്തെ എന്ന് വെച്ച് തട്ടിക്കൂട്ടി ഇങ്ങനെ ഉരുളിയിലെല്ലാം ഇങ്ങനെ വെച്ച് ജസ്റ്റ് അങ്ങനെ ഒരു കണിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇച്ചിരിയും കൂടി നല്ല ഇതായിട്ട് എല്ലാം വെച്ച് നിറഞ്ഞ് രാജേഷൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്ന് എൻ്റെ കണി കണ്ടിട്ട് പറഞ്ഞു നിറഞ്ഞിരിക്കുന്നു, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടോ, നല്ല ഭംഗിയുണ്ട് നീ ഒരുക്കിയിരിക്കുന്ന കണി കാണാനെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. അങ്ങനെ പറഞ്ഞ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. എൻ്റെ ഞാൻ വെച്ചിരിക്കുന്ന കണി ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കണിയെല്ലാം കണ്ട് കുറച്ച് നേരം കമ്പിത്തിരിയൊക്കെ കത്തിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു. ഞാൻ വിഷുവിൻ്റെ വലിയ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കുകയാണ്, ചോറ് വെച്ചു കേട്ടോ. ഞാൻ രാവിലെ തന്നെ എൻ്റെ കുഞ്ഞിക്കലം കണ്ടു, ഈ കുഞ്ഞിക്കലത്തിൽ ഇച്ചിരി ചോറ് വെച്ചു. കാരണം നമ്മൾ വിഷു ആഘോഷം അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വർഷം വിഷു ഇല്ല, എൻ്റെ മാമൻ മരിച്ചിട്ട് 1 വർഷം ആയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ വലിയ വിഷുവും കാര്യങ്ങളൊന്നും ഇല്ല. രാജേഷൻ്റെ വീട്ടിൽ അപ്പനും അമ്മയും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വിഷു ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ കുറച്ച് പടക്കമൊക്കെ മേടിച്ച് കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും ഡ്രസ്സൊക്കെ എടുത്ത് ഒരു വലിയ സദ്യയൊക്കെ ഉണ്ടാക്കിയേനെ. അങ്ങനെയൊന്നും നമ്മളെന്തായാലും ചെയ്യുന്നില്ല. അമ്പലത്തിൽ പോയി കേട്ടോ, കുഞ്ഞുങ്ങളെ കാണിക്കണമല്ലോ, അതുകൊണ്ട് കണിയൊക്കെ വെച്ചു. പിന്നെ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ചെന്നപ്പോൾ വലിയൊരു കൃഷ്ണ വിഗ്രഹം വെച്ചിരിക്കുന്നു കേട്ടോ, ദേവിയുടെ. കുറ്റിക്കാട്ട് അമ്പലമാണ്. അങ്ങനെ കുറ്റിക്കാട്ട് അമ്മേനെയൊക്കെ കണ്ടു. അവിടെ ശാന്തി കൈനീട്ടമൊക്കെ തന്നു. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ, ഒരു രസം. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നു. നമ്മൾ താമസിക്കുന്നിടത്ത് തന്നെ വന്ന് ഒന്നും കൂടി കണിയൊക്കെ ഒന്ന് കണ്ട് ഇതാണ് കേട്ടോ. ഞാൻ അങ്ങനെ വലിയ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. കണി ഭഗവാനൊക്കെ മാലയൊക്കെ ചാർത്തി, പിന്നെ എല്ലാ ഫ്രൂട്ട്സും ധാന്യങ്ങളും വെജിറ്റബിൾസും ഒക്കെ വെച്ചു, സ്വർണം വെച്ചു, വെള്ളി വെച്ചു, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. അടുത്ത കൊല്ലം കുറച്ചുകൂടി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഓരോ വർഷം നമ്മൾ കണി കാണുന്ന അനുസരിച്ചാണ് നമ്മുടെ ജീവിതമെന്ന് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്, ആയിരിക്കാം, എനിക്കറിയില്ല കേട്ടോ. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇതായിട്ട് ഓരോരുത്തർ പറയുന്നതാണ്. അങ്ങനെ രാജേഷിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ പാൽക്കഞ്ഞിയാണ് കേട്ടോ. എൻ്റെ അമ്മയും പാൽക്കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഇന്നേ വരെ പാൽക്കഞ്ഞി വെച്ചിട്ടില്ല. പാൽക്കഞ്ഞിയും അവിയൽ, പപ്പടം, അച്ചാറ്. രാവിലെ സൂപ്പറായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല പാൽക്കഞ്ഞിയായിരുന്നു കേട്ടോ. രാവിലത്തെ ഒരു ഭക്ഷണം വിഷുവിൻ്റെ അന്ന് അങ്ങനെയാണ് കേട്ടോ, ഒട്ടുമിക്ക വീടുകളിലും പാൽക്കഞ്ഞിയൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പാൽക്കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് പോവുകയാണ്. ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഒരു വിൽപ്പാട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ കുമ്പോടത്തിൻ്റെ സമയത്താണ് ആ പാട്ട് പാടുന്നത്. അപ്പോൾ അത് ഒരു തലമുറ കഴിഞ്ഞാൽ അത് പഠിച്ച് വെച്ചില്ലെങ്കിൽ അത് പിന്നെ ആ ഒരു വിൽപ്പാട്ട് ഇല്ലാതാകുന്ന ഒരു രീതിയാവും. അപ്പോൾ അത് രാജേഷൻ അത്യാവശ്യം പാടും, ഒരുപാട് ഇതായിട്ട് പാടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത്യാവശ്യം പാടും കേട്ടോ. ഇവിടെ വീട്ടിലാണെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ പാട്ട് പാടി കൊടുക്കുന്നതാണ്, എനിക്കും പാട്ടൊക്കെ പാടിത്തരും കേട്ടോ. അപ്പോൾ അങ്ങനെ പാടുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്കിതുപോലെ വിൽപ്പാട്ട് പഠിക്കാം. അവിടെ ദക്ഷിണ കൊടുക്കുന്നുണ്ടല്ലോ, ആ ഒരു ചേട്ടനാണ് നമ്മൾ പാട്ട് പഠിപ്പിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ളൊക്കെ തന്നെയാണ് ആ ചേട്ടനും. അപ്പം പുള്ളിയാണ് പാട്ട് പഠിപ്പിക്കുന്നത്. അപ്പം എല്ലാവരും ദക്ഷിണ കൊടുത്ത് പാട്ടിന് അതൊരു സ്റ്റാർട്ടിങ്, ഇന്ന് നല്ല ദിവസമല്ലേ, വിഷുവിൻ്റെ അന്ന് നല്ല ദിവസമല്ലേ എന്ന് ഓർത്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. വിൽപ്പാട്ടെന്നാണ് പറയുന്നത്, വില്ലോടിച്ചൻ പാട്ടെന്നാണ് പറയുന്നത്. വിൽപ്പാട്ട് ആദ്യം തന്നെ ഗണപതി സ്തുതിയാണ്. അപ്പോൾ ഇഷ്ടമുള്ള ആർക്കും, നമ്മുടെ സമുദായത്തിലുള്ള ഇഷ്ടമുള്ള എല്ലാവർക്കും വന്ന് പാട്ട് പഠിക്കാം കേട്ടോ. ആ ഒരു ചേട്ടൻ പഠിപ്പിച്ചു തരും നല്ല രീതിയിൽ. ഞാൻ പാട്ടൊന്നും ഇതിനകത്ത് ഇടുന്നില്ല, അപ്പോൾ അവർ പഠിക്കുന്നതേ ഉള്ളല്ലോ, അപ്പോൾ അങ്ങനെ ഇടുന്നില്ല. ഒരു തമിഴ് സോങ്ങാണ് കേട്ടോ ഇത്, തമിഴ് പാട്ടാണ് ഈ പാടുന്നത്. പഠിച്ചെടുക്കാൻ അത്യാവശ്യം നല്ല പാടാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനിപ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത് വിഷുവൊക്കെ വരുമ്പോൾ. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ കൊടുങ്ങല്ലൂർ അമ്മയുടെ പായസം, പഴനിയിലെ പഞ്ചാമൃതം ഒക്കെ കൊണ്ടുവന്ന് കേട്ടോ.
എത്ര നാളായെന്നറിയോ കൊടുങ്ങല്ലൂർ അമ്മയെ കണ്ടിട്ട്. പഴനിയിൽ ഒരു വർഷമേ പോകാതിരുന്നിട്ടുള്ളൂ ഇപ്പം. പക്ഷെ കൊടുങ്ങല്ലൂർ പോയിട്ട് നാളുകളായി. പൊന്നുകുട്ടി കുഞ്ഞു വാവയായിരുന്നു അപ്പോൾ പോയതാണേ. അപ്പോൾ ഒന്ന് പോകണം. പിന്നെ ഇത് സദ്യ കഴിക്കുകയാണ്. സദ്യ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു അവിയൽ, സാമ്പാർ, തോരൻ, അമ്മ അത്രയൊക്കെ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അങ്ങനെ വലിയ സദ്യയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിയൽ, സാമ്പാർ, തോരൻ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇലയിലാണ് കൊടുത്തത്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ഇലയിലെല്ലാം കൊടുത്ത് ഞങ്ങളിതേ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാനും കഴിച്ചു, രാജേഷനും കഴിച്ചു കേട്ടോ. അതേ നമ്മുടെ കണ്ണൻകുട്ടനായിരുന്നു പായസം കുടിക്കുവാണേ. ഇതുപോലെ പായസം ഇഷ്ടമുള്ള ഒരാൾ. സേമിയ പായസം എന്നല്ല, അവൻ ഈ അമ്പലത്തിലെ പഞ്ചാമൃതം, അരവണ, അങ്ങനെയുള്ള അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന പായസങ്ങൾ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ മോൻ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പായസം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് പിന്നെയും തിരിച്ച് വീട്ടിൽ തന്നെ വന്നിരിക്കുകയാണ്. രാജേഷൻ്റെ കുറച്ചുകൂടെയൊക്കെ പടക്കങ്ങളുണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. കമ്പിത്തിരിയും, കണ്ണൻകുട്ടിന് പേടിയൊന്നുമില്ല കേട്ടോ, കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും കുറച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ച് അങ്ങനെ വീട്ടിൽ നിന്ന് രാത്രിയിലത്തെ ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലോട്ട് തിരിച്ചു പോന്നു. അങ്ങനെ വലിയ വിഷു ആഘോഷമൊന്നും ഇല്ലായിരുന്നു, ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ടാറ്റ, ബൈ ബൈ, സി യു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.